അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെയും തഴഞ്ഞ് പിഷാരടി. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം എന്ന് എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. നിങ്ങളെ ആ ഒരു ഇത് ലൈക്കായിട്ട് നിങ്ങൾ കൊടുക്കുക. എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇവിടെ ഇന്ന് ഞാൻ കണ്ടൊരു ഇപ്പം പിഷാരടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 24 ന്യൂസ് പിഷാരടി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പാലക്കാട്ടിലെ ജനങ്ങളോട് എങ്ങനെ ആയിരിക്കണം, പാലക്കാടിന് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെ തുടരാനാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൽ രാഹുൽ മാങ്കൂട്ടവും അതുപോലെ ഷാഫി പറമ്പിലും പാലക്കാടിൽ ഉണ്ടാക്കിയെടുത്ത ഓളം അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച കാര്യങ്ങളെ പിന്തുണയ്ക്കാനാണോ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ഷാഫി പറമ്പിലിൻ്റെ പേരല്ലാതെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞ് പരാമർശിക്കുകയോ രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ പറയുകയോ ഒന്നും ഇവിടെ പിഷാരടി ചെയ്തിട്ടില്ല. രാഹുലിനെ തഴഞ്ഞാണ് അവിടെ സംസാരിക്കുന്നത്. രാഹുൽ എന്നൊരു വ്യക്തി അവിടെ ഉണ്ടെന്ന് പോലും പിഷാരടിക്ക് അറിയത്തില്ല. ഇവിടെ ഷാഫി പറമ്പിലിൻ്റെ പേര് ഇങ്ങനെ കൂടെ എടുത്ത് ഇങ്ങനെ വാനോളം പൂഴ്ത്തി പിഷാരടി പറയേണ്ട കാര്യമില്ല. കാരണം ഷാഫി പറമ്പിൽ അവിടുന്ന് MLA ആയി ജയിച്ചു പോയിട്ട് കുറേ കാലങ്ങളായി അല്ലേ. ഇപ്പം നിലവിലെ അവിടുത്തെ 1.5 കൊല്ലം കൊണ്ട് അവിടുത്തെ MLA ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടമാണ് അല്ലേ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കേണ്ടത്. അപ്പോൾ അവിടെയും പിഷാരടിയുടെ ഒരു തഴച്ചിൽ, ഒരു ഇരട്ട താപ്പ് എനിക്ക് കാണാൻ സാധിച്ചു. കാരണം രാഹുലിൻ്റെ പേര് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി തോറ്റു പോകുമോ, അതോ ആരോ പിഷാരടിയെ കൊണ്ട് രാഹുലിൻ്റെ പേര് അവിടെ പറയരുത് എന്നുള്ളൊരു അജണ്ട ഉണ്ടല്ലോ. പറയരുത്, രാഹുലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും മിണ്ടരുത്, രാഹുൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊന്നും പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ കെട്ടി ആഘോഷിച്ച് പറയില്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഹൈപ്പ് കൊടുക്കല് എന്ന് ആരോ പറഞ്ഞു പഠിപ്പിച്ച പോലെയാണ് പിഷാരടി ഇപ്പം ജനങ്ങളുടെ അടുത്തും അതുപോലെ മാധ്യമങ്ങളടുത്തൊക്കെ ഈ പ്രചരണത്തിനിടയ്ക്ക് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ തഴഞ്ഞിട്ട് പിഷാരടിക്ക് അവിടെ ജയിക്കാൻ പറ്റുമെന്ന് സാധിക്കുന്നുണ്ടോ? ഇല്ല, സാധിക്കത്തില്ല. നിങ്ങളിപ്പം കണ്ടു നോക്കി, പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. സാധാരണ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന് സന്തോഷമായിക്കോട്ടെ, ഈ പ്രസ്ഥാനത്തിന് എതിരെ ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ തന്നെ ഉടനെ അതിന് മറുപടി ഉരുളക്കുപ്പേരി എന്ന രീതിയിൽ മറുപടി കൊടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫേസ്ബുക്കിനകത്ത്. പക്ഷേ ഇവിടെ പിഷാരടി പാലക്കാട് മത്സരിക്കാൻ വന്നിട്ട് പോലും രാഹുൽ ഒരു പോസ്റ്റ് പോലും പിഷാരടിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോലും ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാം. രാഹുലിന് നല്ല വിഷമമുണ്ട്, നല്ല സങ്കടമുണ്ട്. തന്നെ പാലക്കാട് നിർത്താത്തതിൽ, തന്നെ പാർട്ടി പരിഗണിക്കാത്തതിൽ, തന്നോടൊരു അഭിപ്രായം ചോദിക്കാത്തതിൽ രാഹുലിന് നല്ല സങ്കടമുണ്ട്. പിഷാരടി പോലും രാഹുൽ മാങ്കൂട്ടത്തിനൊന്ന് വിളിച്ച് ഒന്ന് ഈ പറഞ്ഞിട്ടുള്ള ചോദിക്കുകയോ ഒന്ന് കോളിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ഷാഫി പറമ്പിലുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിൻ്റെയും ശ്രീകണ്ഠൻ്റെയൊക്കെ പേര് വാതോരാതെ ഇവിടെ പിഷാരടി സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം, പുള്ളി നിലവിലെ MLA ആണ്, എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല? അപ്പം രാഹുലിൻ്റെ പേര് പരാമർശിക്കരുത് എന്ന് ഈ പ്രസ്ഥാനത്തിലെ മറ്റു പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ അജണ്ടയുടെ ഭാഗമാണ് ഇവിടെ പിഷാരടി രാഹുലിൻ്റെ പേര് പറഞ്ഞ് പൊതുവേദികളിലോ അല്ലെങ്കിൽ ഈ ഇപ്പം നിലവിലെ ഇപ്പം പ്രചരണം നടത്തുന്ന ഇടയ്ക്ക് ഈ പറഞ്ഞിട്ടുള്ള വാർത്താമാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പോലെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാത്തത് അതിൽ നമുക്ക് വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ഇടുന്ന നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ആ കോൺഗ്രസ് പ്രസ്ഥാനത്തെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ പിഷാരടിയെ സംബന്ധിച്ച് ഇതുവരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. അതുമാത്രമല്ല, പിഷാരടി ഇന്ന് വരെ രാഹുലിനെ വിളിക്കുന്നതോ ഇന്ന് പ്രാർത്ഥിക്കണമെന്നോ അല്ലെങ്കിൽ സപ്പോർട്ട് വേണമെന്നോ പിന്തുണ ഉണ്ടാവണമെന്നോ ഒന്ന് പറയുന്നത് പോലും നമ്മൾ ആരും എവിടെയും കണ്ടിട്ടുമില്ല. അപ്പം ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് ഉള്ള ഗൂഢാലോചന, രാഹുലിനെ ഒതുക്കാനെ കൊണ്ടുള്ള പരിപാടികൾ ഈ പ്രസ്ഥാനത്തിൽ തന്നെ ഉള്ള ആളുകൾ നടത്തിയിരുന്നു തന്നെ നമുക്കതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഈ ഷാഫി ചെയ്തു വെച്ച അല്ലെങ്കിൽ രാഹുൽ ചെയ്തു വെച്ചതിനപ്പുറത്തേക്ക് ഒരു പദ്ധതി എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഒരുപാട് പദ്ധതികളുണ്ട്. ടൂറിസം മേഖലയിലുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ ഒരു പ്രകൃതി മനോഹാരിതയൊക്കെ കാണുമ്പോൾ അതിന് വലിയ സ്കോപ്പുള്ള സ്ഥലമാണ്. അത് പുതിയ പദ്ധതികളൊപ്പം ഈ നെല്ല് സംഭരണം പോലെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രവും കേരളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയില്ലെന്ന് ഇവിടെ നിന്നും പറഞ്ഞതിൻ്റെ കണക്ക് കിട്ടിയില്ലെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ യഥാർത്ഥ പ്രശ്നങ്ങൾ പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നില്ല. നമ്മുടെ ഹൈവേയുടെ കാര്യം പറഞ്ഞ പോലെ ഇത് ആരുടെയെന്ന് ചോദിച്ചാൽ പെട്ടെന്നുണ്ടാകുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ അതേപോലെ ഒരു കൺഫ്യൂഷൻ
ഉത്തരവാദികളില്ല പലതിനും. LDF-ഉം BJP തമ്മിൽ ഡീലുണ്ടെന്ന് ഇന്നലെ പറഞ്ഞു. നമ്മുടെ KC പറഞ്ഞു, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നമ്മളൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ വോട്ടേഴ്സ് ഇതെങ്ങനെ ചിന്തിക്കുന്നു? വോട്ടേഴ്സ് ഇതൊക്കെ ചിന്തിച്ച് വെച്ചിട്ടുണ്ടെന്ന്. വോട്ടേഴ്സിന് അറിയാവുന്ന കാര്യങ്ങൾ ഇവർ എടുത്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അത് ഫ്രഷ് ആയിട്ട് ഒരു പുതിയ കാര്യമൊന്നുമല്ല പറഞ്ഞേക്കുന്നത്. ഈ രണ്ട് പാർട്ടിയുടെയും അണികളോട് നിങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കിക്കോളൂ. അവരുടെ സീറ്റുകളിൽ എത്തിയേക്കുന്ന ആളുകളെ കൊണ്ടും അതിന്റെ നിലപാടുകളുണ്ടും അവർ വലിയ അസ്വസ്ഥരാണ്. ശരിക്കും ചോദ്യം, പിഷാരടി ഇവിടെ ജയിച്ചു എന്നൊക്കെയാ. അപ്പൊ ഇതുപോലുള്ള അവര് ഡീൽ ആയതുകൊണ്ടാണ് ജയിച്ചതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കഴിവ്, നമ്മുടെ പ്രവർത്തനം അങ്ങനെ കണ്ടല്ലോ. ഇവിടെ ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞിട്ട് ഷാഫിക്ക് ഒരു ഐപ്പ് കൊടുക്കുന്നതല്ല. അത് രാഹുൽ മാങ്കൂട്ടം അന്ന് അവതാരിക പറയുന്നുണ്ട്, രാഹുലും ഷാഫിയും കാഴ്ചവെച്ചതുപോലെ കാഴ്ചവെക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പോലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പോലും എടുത്ത് പറഞ്ഞില്ല. രാഹുൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, ഷാഫി പറമ്പിൽ ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ല കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം അവിടെ ചെയ്തു. ഇപ്പം 3 കുടുംബങ്ങൾക്ക്, പാവങ്ങളായ 3 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തില്ലേ? 100 വീടുകൾ വെച്ച് കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനം നൽകി. അതിനകത്ത് 11 വീടുകൾ പണി പൂർത്തിയായി, 3 വീടുകൾ പൂർത്തീകരിച്ചു. എന്നിട്ട് ഇതൊക്കെ എന്തുകൊണ്ട് പിഷാരടി പറഞ്ഞില്ല? പിഷാരടിക്കും അറിയാലോ. എന്നാൽ ഫസ്റ്റ് ദിവസം പിഷാരടി അത് പറഞ്ഞു. ഫസ്റ്റ് ദിവസം സ്ഥാനാർത്ഥിയായി എന്ന് വാർത്താമാധ്യമങ്ങൾ പിഷാരടിയുടെ ഒരു ബൈറ്റ് എടുക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞു. അതിനുശേഷം ആരും വിലക്കിയതുപോലെയാണ് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത്. രാഹുലിൻ്റെ ഒരു പേരും ഒരിടത്തും പറയുന്നില്ല. അവിടെ ഷാഫിയുടെ പേരാണ് പറയുന്നത്. ഷാഫി കഴിഞ്ഞിട്ടും ഇപ്പം അടുത്ത MLA രാഹുൽ മാങ്കൂട്ടമാണല്ലോ, നിലവിലെ MLA രാഹുലാണല്ലോ. പിന്നെ എന്തുകൊണ്ട് രാഹുലിൻ്റെ പേര് പറയുന്നില്ല? ഷാഫിയുടെയൊക്കെ കാലം കഴിഞ്ഞിടുമോ? ഷാഫിയൊക്കെ പാലക്കാട് നിന്ന് പോയിട്ട് എത്രയോ നാളായി. പിന്നെ എന്തിനാണ് ഷാഫിയുടെ പേര് കൊണ്ടുവരുന്നത്? ശരി തന്നെയാണ്, ഷാഫി പറമ്പിൽ അവിടെ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്, പാലക്കാട് ഓളം ഉണ്ടാക്കിയിട്ടില്ലെന്നല്ല. എന്നാൽ ഷാഫി പറമ്പിലിൻ്റെ കാലം എത്രയോ ഓളം ഉണ്ടാക്കിയത് രാഹുൽ മാങ്കൂട്ടമാണ്. ഷാഫിയെക്കാളും ഇരട്ടി വോട്ടിനടുത്താണ് രാഹുൽ മാങ്കൂട്ടം റെക്കോർഡ് വിജയത്തിൽ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇവിടെ രാഹുൽ വിജയിച്ചത്. രാഹുൽ ഉണ്ടാക്കിയ ഓളമൊന്നും ഷാഫി ഉണ്ടാക്കിയിട്ടില്ല, വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇത്രയും ചർച്ചാ വിഷയമായിട്ടുള്ള, ഇത്രയും അറിയപ്പെടുന്ന ഒരു MLA-യുടെ പേര് എന്തുകൊണ്ട് എടുത്തു പറഞ്ഞ് അഭിനന്ദനം കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം രാഹുലിൻ്റെ പേര് പറയരുത്, രാഹുലിന് അയപ്പ് കൊടുക്കല് എന്ന് ഒരു അജണ്ട, എന്നൊരു തീരുമാനം ഈ പാർട്ടിയിൽ നിന്ന് തന്നെ, ഒരു സൂചന ഈ പാർട്ടി തന്നെ പിഷാരടിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇത് ഞാനിപ്പം വെച്ച് തന്ന ആ ഒരു വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലായി കാണും. ഇനി ഞാൻ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു യുവതി പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനത് ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, ഇവിടെ ഈ യുവതികൾ, അതും കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആ യുവതികൾ തൻ്റെ കെട്ടിയന്മാരോട് ചെയ്ത ആ തെണ്ടിത്തരത്തിനെയും ആ ചെറ്റത്തരത്തിനെയും എന്തുകൊണ്ട് ആളുകൾ ചോദ്യം ചെയ്യുന്നില്ല? ചോദ്യം ചെയ്യുന്നവരുമുണ്ട്, ചോദ്യം ചെയ്യാത്തവരുമുണ്ട്. ചോദ്യം ചെയ്യാത്തവർ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളായിരിക്കും. എന്ന് വെച്ചാൽ തൻ്റെ സ്വന്തം കെട്ടിയവനെ വഞ്ചിച്ചിട്ട് മറ്റുള്ളവന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ടീംസുകളായിരിക്കും അത് ചോദ്യം ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും ആ യുവതി പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കൂട്ടുന്നപ്പോൾ ഒന്നും വേണ്ട. ഇപ്പം ഗണേഷിൻ്റെ കാര്യം, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ വലിയ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അദ്ദേഹം ജനപ്രതിനിധി, ഒരു MLA ആകുന്നതിന് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യം, വിവാഹിതനല്ല, അദ്ദേഹം എന്താ പറയുക, ഗൃഹസ്ഥനല്ല, പ്രായം ചെറിയ പ്രായമാണ് അല്ലേ? നമുക്കൊക്കെ ചെറു പ്രായങ്ങളിൽ ഉണ്ടാകുന്ന കുറേ കെടുതികൾ. ഇത് ചെയ്യണം എന്നല്ല കേട്ടോ, അതിന് ന്യായീകരിക്കല്ല, മറിച്ച് ഒരു യുവാവ് എന്ന നിലയ്ക്ക് പക്വത വരുന്നതിന് മുമ്പുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാം. അതും ഈ സ്ത്രീകൾ, അവർ ഗൃഹസ്ഥരാണ്, അവർ ഭാര്യമാരാണ്. അതിനേക്കാൾ ഉപരി അവർ ചെരുപ്പ് വാങ്ങിക്കൊടുത്തും, വാച്ച് വാങ്ങിക്കൊടുത്തും, ഷർട്ട് വാങ്ങിക്കൊടുത്തും, ഹോട്ടലിൽ റൂം എടുത്തു കൊടുത്തും, അവർ എന്താ പറയുക, ഇത് ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി, ഗൾഫിലേക്ക് അവരെ കാണാൻ ചെല്ലാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ ഒക്കെ അവർ അതിന് വേണ്ടി പണം മുടക്കിയവരാണ്. എന്നിട്ടും അവരത് കണ്ടല്ലോ. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ഈ യുവതി പറയുന്നത് പോലെ തന്നെ ചിന്തിക്കത്തുള്ളൂ, വിചാരിക്കത്തുള്ളൂ അല്ലേ? ഇവിടെ വഞ്ചിച്ചത് ആരാണ്? സത്യത്തിൽ ഇവിടെ വഞ്ചന ചെയ്തിട്ടുള്ളത് ആരാണ്? ആ അതിജീവിതകളെന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടുള്ള ആ സ്ത്രീകളാണ്. സ്വന്തം കുടുംബത്തെയും സ്വന്തം കെട്ടിയന്മാരെയും വഞ്ചിച്ച് മറ്റൊരു അവിവാഹിതനായ ഒരു യുവാവിനെ തേടി പോവുകയും ആ യുവാവിന് വിലപിടിപ്പുള്ള വാച്ചുകൾ, വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ എല്ലാം മേടിച്ചു കൊടുത്ത് വശീകരിച്ച് കൊണ്ടുവന്നത് ആരാണ് ഇവിടെ തെറ്റുകാർ? ആരാണ് ഇവിടെ തെറ്റുകാർ? രാഹുലാണോ തെറ്റുകാർ? അതാണ് കോടതി വരെ പറഞ്ഞിട്ടുള്ളത്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഇതിനെ ഒരാളുടെ തലയിൽ മാത്രം അടിച്ചു വെക്കാൻ സാധിക്കുന്നതല്ല. ഒരാൾ മാത്രം ഇതിനകത്ത് കുറ്റക്കാരനാവത്തില്ല എന്ന് പറയുന്നത്. അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവസാനം
അവനെ എടുത്തില്ല കരിയില വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിഞ്ഞിട്ട് അവൻ്റെ മണ്ടയിൽ എല്ലാ കുറ്റം കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് അത് ഒരിക്കലും അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ആ പക്ഷത്തിൽ നിന്ന് സംസാരിക്കാനും പറ്റത്തില്ല അല്ലേ. ഇവിടെ തെറ്റുകാരാണെങ്കിൽ രണ്ടുപേരും തെറ്റുകാരാണ് അല്ലേ. അപ്പം എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ പിഷാരടി എടുക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, അത് പിഷാരടിക്ക് വൻ തിരിച്ചടി തന്നെ ആയിരിക്കും. പിഷാരടി 8 നിലയിൽ പൊട്ടുക തന്നെ ചെയ്യും, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം രാഹുൽ എന്നൊരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന പോലും പിഷാരടി ഇപ്പം കൊടുക്കുന്നില്ല. രാഹുലിൻ്റെ പേര് പോലും എവിടെയും പരാമർശിക്കുന്നില്ല. അയാൾ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു, അതൊന്നും പിഷാരടി കാണുന്നില്ല. നിലവിലെ MLA ആണ്. ഒന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയത്ത് പോലും ഒന്ന് വിളിക്കുകയോ ഒന്ന് സംസാരിക്കുകയോ ഒരു പിന്തുണ ഉണ്ടാവണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പം രാഹുലിൻ്റെ ഒരു പിന്തുണ ഇല്ലാതെ പിഷാരടിക്ക് പാലക്കാടിന് മണ്ണിൽ നിന്ന് ജയിച്ച് വരാമെന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ അത് വെറുതെയാണ്. 8 നിലയിൽ പൊട്ടും, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും രാഹുൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് വയ്ക്കുക.